അങ്ങനെ 471 ദിവസത്തെ വളരെ ശക്തമായ യുദ്ധത്തിന് ശേഷം ഗസയിൽ സമാധാനം സ്ഥാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ നിലവിൽ വന്ന വെടിനിർത്തലോടുകൂടി ഗസയും ഇസ്രയേലും, ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം താൽക്കാലിക വെടിനിർത്തലിലേക്ക്, ആശ്വാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. ലോകത്തെ ഭീകരരാഷ്ട്രമായ ഇസ്രയേലും ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയും എല്ലാവിധ സഹായങ്ങളും കൊടുത്തിട്ടും IDFന് ഗസയിൽ നിന്ന് അവരുടെ ബന്ദികളെ, ഹമാസ് 2023 ഒക്ടോബർ 7 പിടിച്ചുകൊണ്ടുവന്ന ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു വാർത്തയെന്ന് പറയുന്നു. വെറും ഒരു സംഘടനയായ ഹമാസിൽ നിന്ന് ഈ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യുദ്ധത്തിൻ്റെ പരാജയമെന്ന് മാത്രമല്ല, യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാതിരുന്നത് മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ ബലഹീനതയായി കൂടി എടുത്തു കാണിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, ഇന്നലെ സീസ്ഫയർ നിലവിൽ വന്നത് മുതൽ രാവിലെ ഹമാസ് വൈകിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ IDF പട്ടാളം ഗസയിൽ നിരന്തരം ആക്രമണം നടത്തുകയും പരമാവധി ആളുകളെ കൊല്ലുവാനും ശ്രമിച്ചെങ്കിലും സമയമായപ്പോൾ ഹമാസിൻ്റെ സോൾജേഴ്സ്, ഹമാസിൻ്റെ പോരാളികൾ അവരുടെ പട്ടാള ഡ്രസ്സും യൂണിഫോമൊക്കെ ധരിച്ചുകൊണ്ട് തോക്കുധാരികളായി ഗസ സിറ്റി കീഴടക്കുകയും അതിനുശേഷം കൃത്യസമയത്ത് തന്നെ റെഡ് ക്രസൻറ്റിന് ഈ 3 തടവുകാരെ, 3 ആരോഗ്യവതികളായ തടവുകാരെ, അഥവാ 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷം നമുക്കറിയാം, ഇസ്രയേലിൻ്റെ തന്നെ ചെയ്തികൾ പ്രകാരം ഗസയിലേക്ക് ഭക്ഷണമോ മറ്റോ വെള്ളമോ കടത്തിവിടാൻ പോലും സമ്മതിക്കാത്ത ഇസ്രയേലിനെ അതിജീവിച്ചുകൊണ്ട് അവരിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന, ബന്ദികളാക്കി കൊണ്ടുവന്ന ആ സ്ത്രീകളെ ആരോഗ്യത്തോടുകൂടെ സംരക്ഷിച്ചിട്ടുണ്ട് ഞങ്ങളെന്ന് വിളിച്ചൂതുന്ന രീതിയിൽ ആരോഗ്യവതികളായ, യാതൊരു കുഴപ്പവുമില്ലാത്ത 3 ഇസ്രയേലി വനിതകളെ വിട്ടയക്കുന്ന രംഗമാണ് ഇന്നലെ ലോകമാധ്യമങ്ങളിൽ ആകെ പരന്നത്. നമ്മൾ ഹമാസിനെ ഇസ്രയേൽ തകർത്തു കളഞ്ഞു, ഗസയിലെ ബിൽഡിങ്ങുകൾ തകർത്തു തരിപ്പണമാക്കി കളഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ആ നിമിഷങ്ങൾക്കകമാണ് ഗസ സിറ്റി ഹമാസ് വളഞ്ഞു കളഞ്ഞത്, ഹമാസിൻ്റെ അധീനയിലാക്കി കളഞ്ഞതും അതുപോലെ തന്നെ IDF പട്ടാളം ഗസയിൽ നിന്ന് പിൻവലിഞ്ഞതും എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്. ഇന്നലെ ഗസയിൽ ആഹ്ലാദത്തിൻ്റെ പെരുമഴയാണെങ്കിൽ ഇസ്രയേലിൽ കൂട്ടത്തല്ലും തമ്മിലടിയും മാത്രമാണെന്നും എന്നും നിഗൂഢതയും അതുപോലെ തന്നെ സന്തോഷമില്ലായ്മയും നിലനിൽക്കുകയാണ്. എന്നാൽ പുറത്തു വരുന്ന ഹോസ്റ്റേജസിൻ്റെ ഫാമിലിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും യുദ്ധം വേണ്ടെന്ന് പറയുന്നവർക്കും ഇന്നലെ ഇസ്രയേലിലും സന്തോഷമായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ഈ യുദ്ധം വെടിനിർത്തൽ നിൽക്കുമ്പോൾ ഹമാസിൽ നിന്നുള്ള ആക്രമണം മാത്രമല്ല നിൽക്കുന്നത്, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ളതും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായി അതിശക്തമാക്കിയ ഹൂത്തികളുടെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ കപ്പലുകൾ, കടൽ വഴി മാർഗം വരുന്ന കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കുന്നതിൽ നിന്നും ഒക്കെ, അങ്ങനെ ഇസ്രയേലിൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങൾക്കും അവരുടെ മറ്റ് എല്ലാ വിഷയങ്ങൾക്കും പച്ചപിടിപ്പിക്കുന്ന അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൂടിയുള്ള ഒരു സീസ്ഫയർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. പക്ഷേ ഈ വെടിനിർത്തൽ സുരക്ഷാ കൗൺസിൽ ഒപ്പിട്ട് പാസ്സായത് മുതൽ, വോട്ടിനിട്ട് പാസ്സായത് മുതൽ ഈ വെടിനിർത്തൽ നിലവിൽ വരുമ്പോൾ മന്ത്രിസഭയിൽ തന്നെ 2 മന്ത്രിമാർ, അഥവാ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ അടക്കം 2 മന്ത്രിമാർ രാജിവെച്ചു എന്നുള്ളതാണ്. എന്നാൽ ഗസയിൽ അവർ ഇന്നും ഒറ്റക്കെട്ടാണ്. 471 ദിവസം ഗസയെ ഭക്ഷണം കൊണ്ടും വെള്ളം കൊണ്ടുപോലും ദുർഗതിയിലാക്കി 50,000-ഓളം വരുന്ന ഗസ നിവാസികളെ കൊന്നൊടുക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും തെരുവിലാക്കുകയും ചെയ്ത യുദ്ധമാണെങ്കിൽ പോലും
ഗസയിൽ അവർ ഒറ്റ മനസ്സോടുകൂടി ഈ യുദ്ധത്തെ നേരിട്ടു എന്നുള്ളതാണ്. ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ അവർ പോരാടി എന്നുള്ളതാണ്. അവരെ നേതാക്കളിൽ സിൻവാറിനെ പോലെയുള്ള യഹ്യ സിൻവാറിനെയും മറ്റു നേതാക്കളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിലും അവർ ഇല്ലാതായിട്ടില്ല. ഒട്ടും പിന്നോട്ടടിക്കാതെ ഇസ്രയേലി പട്ടാളങ്ങളെ 10ഉം 15ഉം 20ഉം 25ഉം നൂറുകണക്കിന് പട്ടാളങ്ങളെ ദിവസം കൊന്നുകൊണ്ടിരിക്കുന്ന, ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന, ഒട്ടും കരുത്തു ചോരാത്ത ഒരു പോരാളികളായി ഗസയുടെ മണ്ണിൽ ഹമാസ് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഹമാസിൻ്റെ ഈ യുദ്ധത്തിലെ വിജയമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കേരളത്തിലെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം പോലുമില്ലാത്ത, ജനസാന്ദ്രത കൂടുതലുള്ള ഗസയിൽ 471 ദിവസം ലോകത്തെ എല്ലാ പടക്കോപ്പുകളുമായി ഇസ്രയേൽ യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ ഇല്ലാതാക്കുവാനോ അവരുടെ യുദ്ധലക്ഷ്യങ്ങളായ ഹമാസിനെ ഇല്ലാതാക്കുവാനോ അതുപോലെ ബന്ദികളെ കണ്ടെത്തുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഹമാസിൻ്റെ മേൽ അവർക്കുണ്ടായ പരാജയമെന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് മുതൽ നമ്മൾ ഇത്രയും ദിവസം കേട്ടുകൊണ്ടിരുന്ന ഇസ്രയേലിൻ്റെ വാഗ്വാദങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ലോകം ഗസയെ തരിപ്പണമാക്കി ഹമാസ് ഇല്ലാതായി എന്നൊക്കെയുള്ള രീതിയിൽ ഹമാസിനെ ഇനി ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് നമ്മൾ കരുതി വച്ചിരുന്നതെങ്കിൽ IDF പട്ടാളങ്ങൾ ഗസയിൽ നിന്ന് പിൻവാങ്ങലോടുകൂടി, വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി ഗസയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു ഫോഴ്സ് തന്നെയാണ് ഹമാസ് എന്ന രീതിയിൽ അവരുടെ യൂണിഫോമും തോക്കുധാരികളായ ആരോഗ്യവാന്മാരായ ഹമാസ് പട്ടാളം ഗസയെ വളഞ്ഞത് നമ്മൾ ഇൻ്റർനാഷണൽ മീഡിയകളിൽ ഇന്നലെ കാണുകയുണ്ടായി. വളരെ സന്തോഷമുണ്ടായി ആ വാർത്തകൾ. ഈ 3 ആരോഗ്യവതികളായ പെൺകുട്ടികളെ ഇസ്രയേലിന് കൈമാറുന്ന ആ രംഗം കണ്ടാൽ തന്നെ നമുക്കറിയാം അവർ ഒട്ടും തന്നെ വീര്യം ചോർന്നിട്ടില്ലെന്നും IDF പട്ടാളങ്ങൾ ഗസാ സിറ്റിയിൽ മുക്കും മൂലയിലും തിരഞ്ഞിട്ടും കാണാത്തവരെ ഗസാ സിറ്റിയുടെ നടുവിൽ നിന്ന് തന്നെ ഹമാസ് പൊക്കിയെടുത്ത് കൊടുക്കുമ്പോൾ അവരുടെ കരുത്ത് എത്രത്തോളമാണ്. ഈ സാങ്കേതിക വിദ്യക്ക് മുന്നിൽ, ഹമാസിൻ്റെ ഈ കരുത്തിന് മുന്നിൽ IDF പട്ടാളം താടിക്ക് കൈവച്ച് തോറ്റുപോയി എന്നല്ലാതെ മറ്റൊന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനില്ല. ഒരു സംവിധാനങ്ങൾക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നു പോലും അമേരിക്ക ഇസ്രയേലിന് മുന്നേ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര കാലം യുദ്ധം ചെയ്താലും ഇല്ലാതാകാൻ പോകുന്നില്ല ഹമാസ് എന്ന കാര്യം. നമുക്കറിയാം ഹമാസ് എന്ന് പറയുന്നത് അവരുടെ ജനങ്ങളിലെ ഒരു ആശയമാണ്. അവർക്കൊരു രാജ്യം നിലവിൽ വരണം എന്ന ആശയത്തോടുകൂടി രൂപപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സേനയാണ് ഹമാസ് എന്നത്. ഹമാസിനെ ചില രാജ്യങ്ങൾ ഭീകരവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഇസ്രയേലും ഇസ്രയേലിൻ്റെ കൂട്ടാളികളുമായ ചില ആളുകൾ മാത്രമാണ്. UN പോലും ഇന്ന് വരെ, നമ്മുടെ രാജ്യമായ ഇന്ത്യ പോലും ഇന്ന് വരെ ഹമാസിനെ ഭീകരവാദികളുടെ പട്ടികയിൽ, തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും വലിയ കൗതുകവും സത്യവും എന്ന് നമുക്കറിയാം. ഈ ഹമാസ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ്. അവരുടെ ഈ പോരാട്ട വീര്യം എല്ലാം കൊണ്ടും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടും തികച്ചും ഇസ്രയേലിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഈ ഗസയുടെ മണ്ണിൽ 471 ദിവസം വളരെ ശക്തമായി ഇസ്രയേലി പട്ടാളങ്ങളോട് ഏറ്റുമുട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് അവരുടെ കരുത്ത്, അതുതന്നെയാണ് അവരുടെ വിജയമെന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ ഈ നരനായാട്ടിൽ ഗസയിലെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് വീടില്ലാതാവുകയും 60% മുകളിൽ ബിൽഡിങ്ങുകൾ തകർത്തെറിയപ്പെടുകയും ചെയ്തിട്ടും ഹമാസ് ഈ കരുത്തോടുകൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഭയമില്ലായ്മയും അവരുടെ ദൃഢനിശ്ചയവുമാണ്. തങ്ങളുടെ രാജ്യം നിലവിൽ വരുന്നത് വരെ പോരാട്ടമെന്ന അവരുടെ ദൃഢനിശ്ചയത്തിൻ്റെ കൂടി വിജയമാണ് ഇത്തരത്തിൽ നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഈ സീസ്ഫയർ നിലവിൽ വരുന്നതോടുകൂടി നമുക്കറിയാം ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ദ്വിരാഷ്ട്ര ഫോർമുല നിലവിൽ വരാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പോലെയുള്ള യൂറോപ്യൻ യൂണിയനിലെ വലിയ ശക്തരായ രാജ്യങ്ങൾ പോലും അത്തരത്തിലുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുകയും ഗസയെ ലോകം ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളതും ഹമാസിൻ്റെ ഒരു വിജയമാണ്. ഹമാസിനോട് കൂട്ടാളികളായി നിന്ന അറബ് രാഷ്ട്രങ്ങൾ പോലും ഇസ്രയേലിനോട്
കരാറുകൾ ഉണ്ടാക്കുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു 2023 ഒക്ടോബർ 7-ന് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ഞങ്ങൾ ചർച്ചയാവണം, ഞങ്ങൾക്ക് രാഷ്ട്രം നിലവിൽ വരൽ അത്യാവശ്യമാണ് എന്ന രീതി ലോകത്തിൻ്റെ മുന്നിലേക്ക് ചർച്ചയാക്കി വെക്കുവാൻ വേണ്ടി ഇസ്രയേലിനെ ആക്രമിക്കുകയും അവിടെ നിന്ന് 251 ബന്ദികളെ പിടിച്ചുകൊണ്ടുവരികയും ചെയ്തതെങ്കിൽ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ദ്വിരാഷ്ട്രം, UN പ്രതിനിധി പോലും ഇന്നലത്തെ ഇൻ്റർനാഷണൽ മീഡിയകൾ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത് ദ്വിരാഷ്ട്രം നിലവിൽ വരണം, അത് നിലവിൽ കൊണ്ടുവരുന്നത് മാത്രമാണ്, പലസ്തീനികൾക്കൊരു രാജ്യമുണ്ടാക്കുന്നത് മാത്രമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം എന്നതിലേക്ക് ലോകം ചർച്ചയെ നീക്കിക്കൊണ്ടുപോകുമ്പോൾ ഹമാസിൻ്റെ വിജയവും ഹമാസ് എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കുന്നതിൻ്റെ സൂചനകളുമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഏതായാലും യുദ്ധം ഒന്നും നേടിക്കൊടുക്കുന്നില്ല. ഗസയിലെയും ഇസ്രയേലിലെയും സമാധാന പ്രേമികൾക്ക്, ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സന്തോഷത്തിൻ്റെ വാർത്ത തന്നെയാണെന്ന് നിസ്സംശയം പറയാം. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.